അല്ല മക്കളെ, ഹിന്ദിക്കാരെ കൊണ്ട് നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു നടക്കാൻ സ്ഥലമില്ല. മലയാളത്തിൽ വർത്തമാനം പറഞ്ഞാൽ നമ്മൾ പൊട്ടന്മാരായി പോകും. ഞാൻ നാട്ടിൽ വന്നപ്പോൾ അനുഭവിച്ചതാണ്. കണ്ണന് വേണ്ടിയിട്ട് കുഞ്ഞിക്ക് ഒരു പഴം മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ ഒരു പെണ്ണുങ്ങൾ പഴം കെട്ടി തന്നു. ഞാൻ ആ പെണ്ണുങ്ങൾ ഞാൻ ചോദിച്ചു മലയാളി ആയിരിക്കും എന്ന് ചോദിച്ചു. ഞാൻ വെള്ളത്തിൽ സംസാരിക്കുമ്പോൾ അവിടെ ഉള്ള ഒരാൾ പറയാം അത് മലയാളി അല്ലാതാണ്. ഞാനും വിചാരിച്ചു ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഇതെന്താ ഇത് പൊട്ടത്തീന കണക്കെ ഒന്നും പ്രതികരിക്കാത്തതെന്ന്. അപ്പോൾ അത് ഹിന്ദിക്കാരിയാണ്. പെണ്ണുങ്ങളും വന്നു. ഇപ്പോൾ ഭാര്യയും ഭർത്താവും എല്ലാം ഇടുകയാണ്. അതിന് പുറമെ ഒരു മൊണാലിസ വന്ന് കല്യാണം കഴിക്കുക, ഒളിച്ചോടിയത് കേരളത്തിലേക്ക്. ഇനി അടുത്തത് അതൊരു വരിയായിട്ട് ഇപ്പോൾ വരും. എന്നാൽ തിന്നുന്നല്ല പുല്ലുമുട്ടായി കണ്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുല്ലുമുട്ടായി ഇവിടെ ഇങ്ങനെ ദുബായിലും കിട്ടുന്നത് നല്ല രസം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് മലയാളികൾക്ക് ഇനി മലയാളം എന്നില്ല ലാംഗ്വേജ് അങ്ങ് മറക്കുന്നതാണ് നല്ലത്. ഹിന്ദി മാത്രമേ അറിഞ്ഞാൽ മതി. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇനി എങ്ങനെ അറിയില്ല അങ്ങോട്ടായി പോക്കുന്നു. മൊണാലിസ വന്നേരം കല്യാണം കഴിപ്പിക്കാനൊക്കെ വലിയ ധൃതി കളിച്ച് ചെയ്യിച്ചു. നാളെ ഒന്നാകെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളം മൊത്തം ഹിന്ദിക്കാർ കൊണ്ടുപോകുമ്പോൾ മനസ്സിലായിക്കോളും.